ഭാരതീയ സന്യാസിയെപ്പോലെ ജീവിച്ച ഒരു ഇറ്റലിക്കാരൻ വൈദികൻ, വീരമാമുനിവർ എന്നറിയപ്പെടുന്ന ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബസ്കിയെ കത്തോലിക്ക സഭ ഔദ്യോഗികമായി ദൈവദാസൻ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ 1-ാം വാർഷിക നിറവിലാണ് സമ്പാളൂർ. 2025 ഓഗസ്റ്റ് 3 പോണ്ടിച്ചേരിയിൽ വെച്ച് നടന്ന ആ ചരിത്ര പ്രഖ്യാപനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ ആ പുണ്യാത്മാവ് തൻ്റെ അവസാന നാളുകൾ ചിലവഴിച്ച ഈ മണ്ണിലേക്കും സമ്പാളൂരിൻ്റെ ചരിത്ര താളുകളിലേക്കും നമുക്കൊന്ന് സഞ്ചരിക്കാം. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നാട് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് കേരളത്തിൻ്റെ ഗോവ എന്നാണ്. ക്രൈസ്തവ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഇടം. 1663 വൈപ്പിൻകോട്ടയിൽ നിന്ന് ഈശോ സഭക്കാർ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രം ഇവിടേക്ക് മാറ്റിയതോടെയാണ് സമ്പാളൂരിൻ്റെ സുവർണകാലം ആരംഭിക്കുന്നത്. അവർ ഇവിടെ സ്ഥാപിച്ച സെൻറ്റ് പോൾസ് സെമിനാരിയും പ്രസ്സും കാരണം ഈ പ്രദേശത്തെ അവർ സെയിൻറ്റ് പോൾസ് ഊര് എന്ന് വിളിച്ചു. കാലക്രമേണ അത് ലോപിച്ച് ഇന്നത്തെ സമ്പാളൂർ ആയി മാറി. സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറും സെൻറ്റ് ജോൺ ബ്രിട്ടോയും അർണോസ് പാതിരിയും നടന്ന വഴികളാണിത്. ദക്ഷിണേന്ത്യയിലെ ഭാഷാ വികാസത്തിൻ്റെ ഈറ്റിലം കൂടിയായിരുന്നു സമ്പാളൂർ. 1663 ഇവിടെ സ്ഥാപിക്കപ്പെട്ട സെയിൻറ്റ് പോൾസ് പ്രസ്സിലാണ് മലയാളത്തിലെ ആദ്യത്തെ അച്ചടി നടന്നതെന്നറിയുമ്പോൾ ഈ മണ്ണിൻ്റെ ചരിത്രമൂല്യം നമുക്ക് മനസ്സിലാകും. എന്നാൽ ചരിത്രം എക്കാലവും ഒരുപോലെ ശാന്തമായിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ നടന്ന ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ സമ്പാളൂരിലെ പള്ളിക്കും ചരിത്ര സ്മാരകങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആ വലിയ സെമിനാരി പൂർണ്ണമായും തകർക്കപ്പെട്ടു. ആ ചരിത്രഭൂമിയിലെ ഏറ്റവും തിളക്കമുള്ള മറ്റൊരു അധ്യായമാണ് സാക്ഷാൽ വീരമാമുനിവരുടെ ജീവിതം. ഇറ്റലിയിൽ ജനിച്ച അദ്ദേഹം മധുര മിഷനിൽ കാവ്യവസ്ത്രമണിഞ്ഞ് ഒരു ഭാരതീയനെ പോലെ ജീവിച്ചു. തമിഴ് ഭാഷയെ ആഴത്തിൽ പ്രണയിച്ച അദ്ദേഹം തമിഴ് ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവായി മാറി. ആ കർമ്മയോഗി തൻ്റെ അവസാന നാളുകൾ ചിലവഴിക്കാൻ തിരഞ്ഞെടുത്തത് ഈ സമ്പാളൂരിനെയായിരുന്നു. 1747 ഫെബ്രുവരി 4 ഇവിടെ വെച്ച് അന്തരിച്ച ആ പുണ്യാത്മാവ് ഇവിടുത്തെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയുടെ അകത്തളങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചരിത്രാന്വേഷികൾക്കും വിശ്വാസികൾക്കും ഒരേപോലെ ആശ്വാസമേകുന്ന ഈ ശവകുടീരം ഇന്നൊരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു വിശുദ്ധനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഭയും ഈ നാടും. വീരമാമുനിവരെ ദൈവദാസനായി പ്രഖ്യാപിച്ചതിൻ്റെ ഈ വാർഷിക ആഘോഷവേളയിൽ സമ്പാളൂർ എന്ന ചരിത്രഭൂമിയുടെ പ്രതാപം ലോകമെമ്പാടും കൂടുതൽ പ്രകാശമാനമാവുകയാണ്.